സർ സ്റ്റാർട്ട് ചെയ്യട്ടെ സർ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന്, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയ ആണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏതു ശാസ്ത്രജ്ഞന്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ പാവ്ലോവ്, ബി എഫ് സ്കിന്നർ, ഡി തോണ്ടേക്ക്. ഏതാണ് ആൻസർ? ബി എഫ് സ്കിന്നർ ആണോ നിങ്ങൾ പറയുന്ന ഓപ്ഷൻ? ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയ ആണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞന്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത്? പ്രചോദന പ്രതികരണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചോദകം നൽകുമ്പോൾ തിരിച്ചൊരു പ്രതികരണം. അതായത് നമ്മൾ അങ്ങോട്ടൊരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു പ്രതികരണം ലഭിക്കുന്നു. ആ പരീക്ഷണം ഏതാണ്? പാവ്ലോവിൽ നമ്മൾ പഠിച്ച പരീക്ഷണം അനുബന്ധന സിദ്ധാന്തം നായയിലാണ് നടക്കുന്നത്. അവിടെ ഒരു ചോദകം കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു പ്രതികരണമായിട്ട് നായയിൽ നിന്നിട്ട് ഉമിനീർ സ്രാവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. തോണ്ടേക്കിന്റെ ആണെങ്കിലോ, തോണ്ടേക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തമാണ്. അതിനകത്ത് ഒരു പ്രശ്നപേടകത്തിലെ പൂച്ച അടിച്ചിട്ട് ഇവിടെ അടച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നിന്നിട്ടും ആ പൂച്ച എങ്ങനെയൊക്കെ പുറത്ത് കടക്കുന്നു എന്നുള്ള രീതിയിൽ ആണ് ആ ഒരു പ്രവർത്തനം, ആ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നത്. സ്കിന്നറിന്റെ ആണെങ്കിൽ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തമാണ് അദ്ദേഹത്തിന്റെ. അവിടെ എലിയിലാണ് അദ്ദേഹം ഒരു ലിവർ അമർത്തുമ്പോൾ ഫുഡ് ലഭിക്കുന്നു. ആ ഒരു രീതിയിലാണ് അദ്ദേഹം അവിടെ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അപ്പൊ അനുബന്ധന സിദ്ധാന്തമാണ് പാവ്ലോവ് നടത്തിയിരിക്കുന്നത്. അവിടെ ഒരു ചോദകം അങ്ങോട്ട് കൊടുക്കുന്നു. എന്താണ്? ഇപ്പം അവിടെ മണിശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആ ഒരു നായക്ക് ഫുഡ് കൊടുക്കുമ്പം ആ നായയിൽ ഉണ്ടാകുന്ന ഉമിനീർ സ്രാവത്തിനെ കുറിച്ചിട്ടും അവിടെ ഒരു ചോദകം നൽകുമ്പോൾ തിരിച്ചൊരു പ്രതികരണം ഉണ്ടാവുന്നതും ആണ് പാവ്ലോവിന്റെ അനുബന്ധന സിദ്ധാന്തത്തിലൂടെ പഠിച്ചത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ പാവ്ലോവ് ആണ് കേട്ടോ. ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയയാണ് ഇതിനകത്ത് പ്രസ്താവിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. ഒരു കാർഡിന്റെ ഒരു വശത്ത് മാമ്പഴത്തിന്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? എ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ബി ഒപ്പാരന്റ് കണ്ടീഷനിങ്, സി അനുബന്ധന സിദ്ധാന്തം. എല്ലാരും ആൻസർ കമന്റ് ചെയ്യൂ. എല്ലാവർക്കും പല പല ഓപ്ഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ ഇവിടെ സി ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അനുബന്ധന സിദ്ധാന്തമാണ്. അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കണ്ടീഷനിങ്ങിലൂടെ കുട്ടികളുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയുമെന്ന് നമ്മുടെ അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തില് വിദ്യാഭ്യാസ പ്രസക്തിയിലൂടെ പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടികളില് നമുക്ക് അനുബന്ധനത്തിലൂടെ അവരുടെ സ്വഭാവത്തിനെ മാറ്റാൻ പറയും. എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഒന്നിൽ പഠിക്കുന്ന ഒരു കുട്ടി, അപ്പൊ ആ കുട്ടി ആദ്യമായിട്ടായിരിക്കും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പം വൈകുന്നേരം കുട്ടിയെ വിടുന്ന സമയത്ത് നാഷണൽ ആന്തം സോങ് ഇടുന്നു. അപ്പം ഈ കുട്ടിക്ക് അറിയത്തില്ല ഇത് കഴിഞ്ഞാൽ സ്കൂള് വിടുമെന്നോ വീട്ടിൽ പോകാനുള്ളതാണെന്നോ ആ കുട്ടിക്ക് അവിടെ അറിയത്തില്ല. അപ്പൊ ടീച്ചർ ഒരു വട്ടം പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങള് ഓക്കെ ഇത് കഴിഞ്ഞു, ബെല്ലടിച്ചു, നാഷണൽ ആന്തം കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി വീട്ടിൽ പോകാം എന്ന് കുട്ടിയെടുത്ത് പറയുന്നു. അപ്പൊ അവിടെ കുട്ടിയില് ഒരു അനുബന്ധനം ടീച്ചർ നൽകുന്നു. അനുബന്ധനം ചെയ്തപ്പോ അനുബന്ധനത്തിന് ശേഷം അടുത്ത ദിവസം കുട്ടിക്ക് ഇതേപോലെ നാഷണൽ ആന്തം സോങ് കേൾക്കുന്നു. കുട്ടി അപ്പോഴേ എന്ത് ചെയ്യുന്നു? ബാഗ് എടുത്തോണ്ട് പോന്നു. ടീച്ചർ പറയുന്നില്ല. അടുത്ത ദിവസം ബെല്ലടിക്കുമ്പോൾ തന്നെ കുട്ടി ബാഗ് എടുത്തിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അനുബന്ധനത്തിലൂടെ ആ കുട്ടിയുടെ സ്വഭാവത്തിനെ മാറ്റാൻ കഴിയുന്നു.
ഇതേപോലെ അവിടെ ആ ഒരു എക്സാമ്പിള്, ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മാമ്പഴത്തിന്റെ ചിത്രം ഒരു കുട്ടികൾക്ക് ചിത്രം കാണിക്കുമ്പം അതിന്റെ ബാക്ക് ഭാഗത്ത് എന്തായിരിക്കും അതിന്റെ ഇപ്പൊ മാംഗോ എന്ന് പറയുന്ന ആ ചിത്രം കാണിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് മറ്റേത് അതിന്റെ സ്പെല്ലിംഗ് അറിയത്തിൽ കൂടെയും കുട്ടികൾ അത് വായിച്ചെടുക്കാൻ ശ്രമിക്കും, മാംഗോ ആണ് എന്ന്. നമുക്കത് വേറെ കുട്ടികൾ ഇങ്ങനെ പുസ്തകത്തിലെ പടങ്ങൾ നോക്കിയിട്ട് വായിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുട്ടികൾക്ക് അത് വായിക്കാൻ അറിയത്തില്ലായിരിക്കും, പക്ഷെ പടം കണ്ട ശേഷം അവരത് വായിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അനുബന്ധന സിദ്ധാന്തമാണ്. ഇത് എക്സാമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്ന്, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? എ ഫലനിയമം, ബി സന്നദ്ധതാ നിയമം, സി കായിക നിയമം, ഡി അഭ്യാസ നിയമം. ഓക്കെ, പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് സി കായിക നിയമമാണ് അല്ലേ. ബാക്കിയെല്ലാം ഉള്ളതാണെന്നറിയാം. സന്നദ്ധതാ നിയമവും അഭ്യാസ നിയമവും ഫല നിയമവും ഒക്കെ എന്തിനകത്ത് വിടുന്നതാണ്? തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ ഫലനിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ഓപ്ഷൻ ബി ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. ഓപ്ഷൻ സി സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. ഓപ്ഷൻ ഡി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, പ്രതികരണ നിയമം. ഏതാണ് ആൻസർ? ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്നിട്ടും ചിലവരൊക്കെ തെറ്റിച്ചാണ് ഇടുന്നത്. ഏതാ? ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, മുഴുവനായതിൽ നിന്നും ഘടകങ്ങളിലേക്ക് എന്ന് ബോധന സിദ്ധാന്തം രൂപപ്പെട്ടത് ഏത് മനഃശാസ്ത്ര നിയമത്തിൽ നിന്നുമാണ്? ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് സൈക്കോളജി, ബി നിർമ്മിതിവാദം, സി ചേഷ്ടാവാദം, ഡി സാമൂഹ്യ മനഃശാസ്ത്രം. ഏതാണ്? ആർക്കും അറിയത്തില്ലേ? നിങ്ങൾ പഠിക്കുന്നില്ല എന്നതിനുള്ളൊരു ഉദാഹരണമാണ് നിങ്ങളുടെ ഈ ഒരു ഇത്. ഇതിന്റെ ആൻസർ ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. മുഴുവനായതിൽ നിന്നും ഘടകങ്ങളിലേക്ക് എന്നുള്ളത് അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അന്തർദൃഷ്ടി പഠനം എന്നുള്ളത്. എന്ന് വെച്ചാല് മുഴുവനായി ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ മുഴുവനായി നോക്കിക്കാണുക എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുവരെ നിങ്ങൾ തെറ്റിച്ചാണ് ആൻസർ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നല്ല മൈൻഡോടെ കൂടെ ഇരുന്ന് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6ാമത്തെ, വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കട്ടോ. എ പൗരാണികാനുബന്ധന സിദ്ധാന്തം, ബി അന്തർദൃഷ്ടി പഠനം, സി സാമൂഹിക പഠനം, ഡി സഹവർത്തിത പഠനം. ചോദകവും പ്രതികരണവും അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചോദകവും പ്രതികരണവും ഏതിനകത്താണ് വരുന്നത്? ഓക്കെ, ആൻസർ എ ആണ് ആൻസർ. ഏതാണ്? പൗരാണികാനുബന്ധന സിദ്ധാന്തമാണ് ആൻസർ കേട്ടോ. അവിടെ എന്താണ്? ചോദകവും പ്രതികരണവുമാണ്. ചോദക പ്രതികരണമാണ് അവിടെ നടക്കുന്നത്. ബാക്കി എല്ലാത്തിനകത്തും അതല്ല. അന്തർദൃഷ്ടി എന്ന് പറയുമ്പം മൊത്തത്തിൽ മുഴുവനായി ഒന്നിനെ നോക്കി കാണുക എന്നുള്ളതാണ്. സാമൂഹിക പഠനവും സഹവർത്തിത പഠനവും ഇതിനകത്ത് വരുന്നതേ അല്ല. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോറി. ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് മാനവികതാവാദം, ജ്ഞാനനിർമ്മിതിവാദം, ചേഷ്ടാവാദം, ജ്ഞാതവാദം. ഏതാണ്?
ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെ പഠനത്തിന് ഊന്നൽ നൽകുന്നത്? കമന്റ് ചെയ്യൂ, ആൻസർ കമന്റ് ചെയ്യൂ. ആര് പറയുന്നില്ലെന്നും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ചേഷ്ടാവാദം. ചേഷ്ടാവാദം എന്ന് പറയുന്നത് എന്താണ്? വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്നാണ് ഇത് പറയുന്നത്. ബിഹേവിയറിസം ആണ് ചേഷ്ടാവാദം. അല്ലെങ്കിൽ എന്താണ് ചേഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓരോരോ പ്രതികരണങ്ങള്, ഇതിനെ തന്നെയാണ് ബിഹേവിയറിസം എന്നും പറയുന്നത്. ഈ ബിഹേവിയറിസം എന്നാൽ എന്താണ്? ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദ്യങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് എന്തെന്ന് പറയുന്നത്? ഈ ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഇതിനെ ചേഷ്ടാവാദം എന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ചോദകം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടാവുന്നു. ഇതിനെയാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഈ വ്യവഹാരവാദത്തിനെ അടിസ്ഥാനമാക്കിയാണ് നാല് ആൾക്കാർ പരീക്ഷണങ്ങളിലൂടെ ഈ വ്യവഹാരവാദത്തിനെ തെളിയിച്ചത്. അങ്ങനെ വന്ന 4 ആൾക്കാരാണ് പാവ്ലോവ്, സ്കിന്നർ, തോണ്ടേക്ക്, പിന്നെ വാട്സൺ എന്ന് പറയുന്നവര്. ഇവരെല്ലാവരും ഓരോരോ പരീക്ഷണം കൊണ്ടുവന്ന് വ്യവഹാരവാദം എങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്നതെന്ന് കാണിച്ചു തരുന്ന പരീക്ഷണങ്ങളാണ് നിങ്ങൾ നേരത്തെ പഠിച്ചത്. അപ്പം ഈ ചോദക പ്രതികരണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, ചോദകം പ്രതികരണം, സ്റ്റിമുലസ് റെസ്പോൺസ്, ഇതിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? വ്യവഹാരവാദം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവി വിജയത്തിൽ എത്തുന്നത് സാവധാനമാണ്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ആൻസർ? ശ്രമപരാജയം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം. ശ്രമപരാജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങളെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിജയത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ശ്രമപരാജയ രീതി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. പഠനം ആകസ്മികമായാണ് ഇവിടെ സംഭവിക്കുന്നത്. ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരു വ്യക്തി വിജയത്തിൽ എത്തുന്നത് സാവധാനമാണ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എ സ്കിന്നർ, ബി വാട്സൺ, സി ബന്ദുര, ടി തോണ്ടേ. ഓക്കെ, ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി വാട്സൺ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10. ക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഗസ്റ്റാൾട്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഏതാണ്? ക്രമീകൃത ബോധനം, ക്രമീകൃത പഠനം എന്നൊക്കെ പറയും. ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. അതിന്റെ മലയാളമാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. സ്കിന്നറിന്റെയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനകത്താണ്. പ്രോഗ്രാംഡ് ലേണിംഗ്, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ക്രിയാനുബന്ധന സിദ്ധാന്തം, പ്രബലനം കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയുന്നത് ആരുടെയാണ്? സ്കിന്നേറിയൻ സിദ്ധാന്തത്തിന്റെ ഇതാണ്. ഇതിനകത്ത് ഏതൊരു ടേം ചോദിച്ചാലും എന്താണ്? ഒന്നെങ്കിൽ ആളുടെ പേരാണെങ്കിൽ സ്കിന്നർ ആണ്, അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, അല്ലെങ്കിൽ എന്താണ്? ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ ഋണാത്മക ചോദകങ്ങൾ ഒഴിവാക്കുന്നു. ഇവിടെ അധ്യാപകൻ പ്രയോജനപ്പെടുത്തുന്നത് ഏ? ധനാത്മക പ്രബലനം,
ഋണാത്മക പ്രബലനം, ധനാത്മക പ്രബലനവും ഋണാത്മക പ്രബലനവും, ധനാത്മക പ്രബലനമോ ഋണാത്മക പ്രബലനമോ ഇല്ല. അല്ല. ഏതാണ് ആൻസർ? ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാട്ടോ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ആൻസർ കേട്ടോ. ഋണാത്മകമായ പ്രബലനം അല്ലെങ്കിൽ എന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് അവിടെ? ആശ്വാസമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ, ഒരു കുട്ടിയിൽ നിന്ന് ആശ്വാസമായിട്ടുള്ള ഒരു പ്രതികരണം. ഇപ്പം എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എന്ന് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, നന്നായി പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടി, അപ്പൊ ആശ്വാസമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ആ കുട്ടിയിൽ നിന്നുണ്ടാവുന്നത്. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു? അസുഖകരമായിട്ടുള്ള ഒരു ചോദകത്തിനെ പിൻവലിക്കുന്നു. എന്താണ്? കുട്ടിയെടുത്ത് പറയാണ്, നാളെ കുട്ടി ഒഴിച്ച് കുട്ടി എന്ത് ചെയ്യണ്ട? അസൈൻമെന്റ് ചെയ്തുകൊണ്ട് വരണ്ട, ബാക്കി കുട്ടികൾ ചെയ്തുകൊണ്ട് വന്നാൽ മതി. അതെന്താണ്? അവിടെ നല്ലൊരു ചോദകം, ആ ഒരു ചോദകം എന്താ അസുഖകരമായിട്ടുള്ളൊരു ചോദകം അവിടെ നൽകുവാണ് ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ ആവശ്യമാണ് അസൈൻമെന്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളത്. അവിടെ ആ ടീച്ചർ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു അസുഖകരമായിട്ടുള്ള ഒരു ചോദകം നൽകിക്കൊണ്ട് അതിനെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം അതെന്താണ്? ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ ആ കുട്ടിക്ക് നൽകുന്നത്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ ചെയ്യുന്നത് ഈ അധ്യാപകൻ എന്താണ്? ആ കുട്ടി വിദ്യാർത്ഥികളിൽ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഋണാത്മക ചോദകങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കുട്ടികള് നല്ല രീതിയിൽ എത്തത്തും ഇല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളുടെ പ്രകടനം വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം കുട്ടികളെ അറിയിക്കേണ്ടതാണ്. മനഃശാസ്ത്രപരമായി ഇതിന്റെ സാധൂകരണം ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? എ അസോസിയേഷൻ നിയമം, ബി സന്നദ്ധതാ നിയമം, പ്രവർത്തന നിയമം, ഫലപ്രാപ്തി നിയമം. ഓക്കെ, ഇതിന്റെ ആൻസർ ഡി ആണ്, ഫലപ്രാപ്തി നിയമം. കറക്റ്റ് ആണ് കേട്ടോ എല്ലാരും പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? പാവ്ലോവ്, സ്കിന്നർ, കോഹ്ലർ, ബെന്തുര. പ്രോഗ്രാംഡ് ലേണിംഗ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി സ്കിന്നർ ആണ്. പ്രോഗ്രാംഡ് ലേണിംഗ്, ക്രമീകൃത പഠനം ഞാൻ പറഞ്ഞു. വേറെതാണ്? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. ഇങ്ങനെ പറയുന്നത്. പിന്നെ എന്താണ്? പ്രബലനം. പ്രബലനം എന്നുള്ള വാക്ക് ഓർത്തു വെക്കുക. സ്കിന്നറിന്റെ പ്രബലനത്തിൽ നിന്നിട്ടാണ് ഈ ധനപ്രബലനം, ഋണപ്രബലനം എന്നുള്ള കാര്യം തിരിച്ചത്. ഈ പ്രബലനം എന്താണ്, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് വെച്ചാല്, എന്തെങ്കിലും ഒരു കാര്യത്തില് ഒരാള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക, ഉറപ്പിക്കുക. അതിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രബലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാർ, ഓക്കെ. മിലിക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ വളരെ താഴ്ന്ന ഗ്രേഡാണ് ലഭിച്ചത്. അതിന് അധ്യാപിക അവളെ നിശിതമായി വിമർശിച്ചു. രക്ഷിതാക്കളും വളരെയധികം വിമർശനങ്ങൾ നടത്തി. അതിനുശേഷം ടെസ്റ്റുകളുടെയും പരീക്ഷകളെയും അവൾ ഉത്കണ്ഠയോടാണ് നേരിട്ടത്. പഠനത്തെക്കുറിച്ചുള്ള ഏത് സൈദ്ധാന്തിക സമീപനത്തിന് ഉദാഹരണമാണിത്? എ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറുടെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, പഠനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം, ഡി പിയാഷയുടെ വൈജ്ഞാനിക പഠനം. എല്ലാരും സ്കിന്നറിന്റെ ബി ആണല്ലോ ആൻസർ പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കാരണം ഇവിടെ ആ കുട്ടിയിൽ ഭയം നൽകുകയാണ് ഈ രക്ഷിതാക്കളും വന്ന് വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ കുട്ടിയിൽ ഉണ്ടാവുന്നത് എന്താണ്? ഭയമാണ്. അപ്പം ഇതിന്റെ വിദ്യാഭ്യാസ പ്രസക്തിയില് എടുത്തു പറയുന്ന ഒന്നാണ് എന്ത്? കുട്ടികളില് നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങളെ ഒഴിവാക്കാനും അധ്യാപകന് സഹായിക്കുന്നതാണ് ഈ അനുബന്ധന സിദ്ധാന്തത്തിലൂടെ എന്ന്. ഭയം, അതുപോലുള്ള കാര്യങ്ങള്,
ഒക്കെ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം. അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളതാണ് ഭയങ്ങളും യുക്തിരഹിതമായിട്ടുള്ള ഭയങ്ങള്, വെറുപ്പ്, ഇതൊക്കെ കുട്ടികളിൽ വളരും. അതേപോലെ തന്നെ പ്രതിബന്ധനം ഉണ്ടാകും കുട്ടികളിൽ. അനുബന്ധന പ്രക്രിയ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തുകയും ദുശീലങ്ങൾ ഒഴിവാക്കാനും അധ്യാപകന് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് കേട്ടോ, പാവ്ലോവിന്റെ. ഇതിന് ഈ ഒരു അധ്യാപകന് ഒരു കുട്ടിയുടെ സ്വഭാവത്തിനെ അനുബന്ധനത്തിലൂടെ മാറ്റാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഇനി തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളിൽ അഫലഷണീയമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ ഋണാത്മക ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു. ഇവിടെ അധ്യാപകൻ പ്രയോജനപ്പെടുത്തുന്നത്, ഇത് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, റിപ്പീറ്റ് വന്നതാ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അസുഖകരമായ ചോദനം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിക്കുന്ന പ്രക്രിയ. പോസിറ്റീവ് പ്രബലനം, നെഗറ്റീവ് പ്രബലനം, അടിസ്ഥാന പ്രബലനം, ദ്വിതീയ പ്രബലനം. ഓക്കെ, ഇതിന്റെ ആൻസർ ബി ആണ്, നെഗറ്റീവ് പ്രബലനം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണല്ലോ. അടുത്തത് 17-ാമത്തെ ക്വസ്റ്റ്യൻ. ഗൃഹപാഠം ചെയ്യാതെ 7-ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല, രാധ ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠന തന്ത്രം ഏത്? എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ബി സന്നദ്ധതാ നിയമം, സി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഡി ഫല നിയമം. ഏതാണ്? ഫല നിയമമാണോ? അല്ല. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടുത്തെ ആൻസർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് ആ കുട്ടികളിൽ നിന്നും എന്താണ്, ഹോംവർക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വീട്ടിൽ പോയി ചെയ്യേണ്ട ഒരു വർക്കാണ് ഹോംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ നിന്നിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കുട്ടികളിൽ നിന്നിട്ടുള്ള ഉണ്ടാവുന്നത്. ആശ്വാസമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു അസുഖകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദകത്തെ ഇവിടെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ കുട്ടികളുടെ പീരീഡിൽ നിന്നും ആ കുട്ടികൾക്ക് ഇനി പുറത്തു പോകേണ്ട സമയത്ത് അത് വിടണമെങ്കിൽ ഹോംവർക്ക് ചെയ്യണം എന്ന് പറയുന്നു. അവിടെ ആ ടീച്ചർ കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി വരും. അതാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ തന്നെ എടുത്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. ഇത് 18-ാമത്തെ ക്വസ്റ്റ്യൻ. വ്യവഹാര സിദ്ധാന്തങ്ങളോട് യോജിക്കാത്തത് താഴെ പറയുന്നവരിൽ ഏത് മനഃശാസ്ത്രജ്ഞരാണ്? വ്യവഹാര സിദ്ധാന്തങ്ങളോട് യോജിക്കാത്തതാണ് പാവ്ലോ, വാട്സൺ, സ്കിന്നർ, ജീൻ പിയാഷെ. ഓക്കെ, ആൻസർ ജീൻ പിയാഷെ ആണ്. നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞായിരുന്നല്ലേ, പാവ്ലോവും വാട്സണ്, സ്കിന്നർ, തോണ്ടേക്ക്, ഇത്രയും പേരാണ് വ്യവഹാര സിദ്ധാന്തങ്ങളോടനുബന്ധിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പം ജീൻ പിയാഷെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അമ്മയുടെ വഴക്കു കേൾക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പാഠങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഏതുതരം പ്രബലനമാണ് പ്രതിഫലിക്കുന്നത്? ധനപ്രബലനം, ഋണപ്രബലനം, ശിക്ഷ, തുടർച്ചയായ പ്രബലനം. എന്താണ് ആൻസർ? ഇവിടുത്തെ ആൻസർ ബി ആണ് കേട്ടോ. ബി, ഋണപ്രബലനമാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കാരണം പറയുകയാണെങ്കിൽ ഇവിടെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മനസ്സുകൊണ്ട് തോന്നിയിട്ടുള്ള ഇത് ആ ഒരു അമ്മ വഴക്ക് പറയും എന്ന് ആലോചിച്ചുകൊണ്ടാണ് കുട്ടി അവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നടക്കുന്നത്. അല്ലാതെ കുട്ടിയെ പ്രശംസിച്ചു കൊണ്ടാണ് ആ കുട്ടി പഠിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്?
പ്രബലം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ നടക്കേണ്ടത്. എന്നാൽ കുട്ടി എന്താണ് വഴക്ക് പറയും എന്നോർത്താണ് കുട്ടി പഠിക്കുന്നത്, അല്ലെങ്കിൽ അടിക്കും എന്ന് വിചാരിച്ചാണ് കുട്ടി പഠിക്കുന്നത്. അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതേസമയം ആ കുട്ടിയെ പ്രശംസിക്കുക, അല്ലെങ്കിൽ നീ നല്ലപോലെ പഠിക്കൂ, അപ്പൊ നിനക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നേടാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം, അങ്ങനെയൊക്കെ ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള പ്രശംസയോ അല്ലെ അംഗീകാരമോ ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്നത് ധനപ്രബലമാണ്. ഇവിടെ ഉണ്ടാവുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ? വാട്സൺ, പാവ്ലോവ്, സ്കിന്നർ, കാറ്റൽ. എന്താണ് പ്രബലനം? ഞാൻ പറഞ്ഞു റീഇൻഫോഴ്സ്മെന്റ്, നമ്മൾ ഇപ്പോഴും പറഞ്ഞാണ്. ആൻസർ സി ആണ്, സ്കിന്നർ ആണ് ആൻസർ എന്ന് പറയുന്നത്, സ്കിന്നർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവ്. ഒപ്പാരന്റ് കണ്ടീഷനിങ്, സ്കിന്നർ. ആശയ പഠനം, ബ്രൂണർ. നിരീക്ഷണ പഠനം, തോണ്ടേക്ക്. ഏതാണ്? ഓക്കെ, ആൻസർ ഡി ആണ്, നിരീക്ഷണ പഠനം, തോണ്ടേക്ക്. ബാക്കിയെല്ലാം എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, അത് മാത്രമാണ് തെറ്റ്. നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണത്തെ കുറിച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം ഏതാണ്? വിലോപം, ഉയർന്ന തലത്തിലുള്ള ബന്ധനം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം. ഏതാണ്? രണ്ടുപേരെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ആൻസർ സി ആണ്, പുനഃപ്രാപ്തി. ഈ പുനഃപ്രാപ്തി എന്ന് വെച്ചാൽ എന്താണ്? അപ്രത്യക്ഷമായിട്ട് നമ്മള് ഇത് ഏതിനകത്താണ്? അനുബന്ധന പ്രക്രിയയിൽ ആ നായിൽ എന്താണ് ഉമിനീർ സ്രാവം ഇല്ലാതായിട്ട് പിന്നെയും എന്താണ് മണി എടുക്കുമ്പം ഉമിനീർ സ്രാവം ഉണ്ടാവുന്നു. അതിനകത്തൂടെ ആ പുനഃപ്രാപ്തി നേടുകയാണ് ചെയ്യുന്നത്. വിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? മണിയടിച്ച് ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പം പെട്ടെന്ന് മണിയടിച്ച് നിർത്തുമ്പോ പിന്നെ കുറെ നേരം കൊടുക്കാതിരിക്കുമ്പം ഈ പട്ടിയില് എന്ത് വരുന്നില്ല? ഉമിനീർ സ്രാവം ഉണ്ടാവുന്നില്ല. ഇതിനാണ് വിലോപം എന്ന് പറയുന്നത്. ചോദക സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം കുട്ടികളോട് നമ്മളിപ്പോ പറയാം, പോലീസിനെ കാണുമ്പോ പറയും, നീ എന്താണ് നീ ഇത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആ പോലീസ് പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ആ കാക്കി ഇട്ടിരുന്ന കണ്ടക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് ആണെങ്കിലോ ഏത് പോലീസിനെ കണ്ടാലും കുട്ടികൾക്ക് ഭയം തോന്നും. അതെന്ന് വെച്ചാല് കുട്ടി വിചാരിക്കും എന്താണ്, ഈ ഡ്രസ് ഇട്ട് നിൽക്കുന്നവരെല്ലാരും പോലീസാണ് എന്ന് കുട്ടി വിചാരിക്കും. അതായത് അവിടെയാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പട്ടി ഒരു കുട്ടിയെ കടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ വിചാരിക്കും എല്ലാ പട്ടിയും എന്നെ ചിലപ്പോൾ കടിക്കും, എല്ലാ പട്ടിയും എന്നെ കണ്ടാൽ കടിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റിമുലസിനെ ആ കുട്ടി അവിടെ എല്ലാത്തിനോടും ഉപമിച്ച് വെക്കുന്നു. അതിനെയാണ് ഈ ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പം പോലീസുകാരനെ പിടിച്ചോണ്ട് വന്നുവെച്ചാൽ ഈ കുട്ടി വേറെ കാക്കിയിട്ട ആൾക്കാരെ കണ്ട അവരെല്ലാരും പോലീസാണ്, അവര് എന്താണ് ഇത് കഴിച്ചില്ലെങ്കിൽ പിടിച്ചോണ്ട് പോവും എന്നുള്ള രീതിയിൽ ആ ഒരു ചോദക സാമാന്യവൽക്കരണം അവിടെ നടത്തുകയാണ് കുട്ടി അവിടെ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ചോദക പ്രതികരണങ്ങളുടെ എടുത്തു പറയുന്നുണ്ട്. മാനവികതാവാദം, ജ്ഞാനനിർമ്മിതിവാദം, ചേഷ്ടാവാദം, ജ്ഞാനതരവാദം. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ചോദക പ്രതികരണം. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ. വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നതിൽ എന്തിനു സമാനമാണ്? ചോദക സാമാന്യവൽക്കരണം, ചോദകത്തിന് പകരം വയ്ക്കൽ, ചോദക വേർതിരിവ്, ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്.
ഏതാണ് ആൻസർ? വരട്ടെ, ആൻസർ വരട്ടെ. ഓക്കെ, ചോദക വേർതിരിവാണ് ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. അതായത് കുട്ടി എന്താണ്, വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടി കറുത്ത പട്ടിയെ കാണുമ്പോൾ തോന്നില്ല. അതായത് കുട്ടി എന്താണ്, ആ ഒരു രണ്ട് ചോദകങ്ങളെയും വേർതിരിച്ച് കാണുന്നു. വെളുത്ത പട്ടിയാണ് എന്നെ കടിച്ചത് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് രണ്ട് ചോദകങ്ങളെയും വേർതിരിവ് കുട്ടിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇവിടെ കാണപ്പെടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ. പയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം. ക്ലാസിക്കൽ അനുബന്ധനം, നിരീക്ഷണ പഠനം, ലേറ്റന്റ് പഠനം, കണ്ടെത്തൽ പഠനം. ഓക്കെ, എല്ലാരും പറയുന്നുണ്ട്. ആൻസർ എ ആണ്, ക്ലാസിക്കൽ അനുബന്ധനം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏത് ഭാഷാ വികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? വ്യവഹാരവാദം, ജ്ഞാനനിർമ്മിതിവാദം, സാമ്യവാദം, മാനവികതാവാദം. ഏതാണ്? രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി. ഓപ്ഷൻ എ ആണ് ആൻസർ, വ്യവഹാരവാദം. കാരണം അവിടെ എന്താണ്, കുട്ടികളില് ഏറ്റവും കൂടുതൽ സ്റ്റിമുലസും പ്രബലനവും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? രക്ഷിതാക്കളാണ്. ഇതിന്റെ ഫലമായിട്ടാണ് കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നതും മറ്റു കാര്യങ്ങൾ പഠിക്കുന്നതും എല്ലാം. അപ്പൊ അവിടെ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? വ്യവഹാരവാദമാണ് അല്ലെ. അവിടെ ഒരു ചോദകം നൽകി ആ ചോദകത്തിന് പകരമായിട്ട് കുട്ടി അവിടെ പ്രതികരിക്കുന്നു. അതേപോലെ ആ ഒരു പ്രതികരണത്തിന് പ്രബലനം നൽകുന്നു, റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു എന്ത് ചെയ്യുന്നു, അതവിടെ ഉറപ്പിക്കുന്നു. ഇത് നടക്കുന്നത് ഏത് സിദ്ധാന്തം വഴിയാണ്? വ്യവഹാരവാദം വഴിയായിട്ടാണ് കേട്ടോ. 27ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ, വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ പഠന സങ്കല്പമാണ്? വ്യവഹാരവാദത്തിന്റെ, മാനവികതാവാദത്തിന്റെ, ജ്ഞാതൃവാദത്തിന്റെ, മനോവിശ്ലേഷണവാദത്തിന്റെ? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്, വ്യവഹാരവാദത്തിന്റെ. വ്യവഹാരവാദം എന്താണെന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു. എന്താണ്? നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ, വ്യവഹാരങ്ങൾ ആയിരിക്കണം, മാനസിക പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കണം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത്? പാരന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, ഗസ്റ്റാൾട്ട് ലേണിംഗ്. ആൻസർ? ആൻസർ എ ആണ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ BF സ്കിന്നറിന്റെ സംഭാവന അല്ലാത്തത്? BF സ്കിന്നറിന്റെ സംഭാവന അല്ലാത്തത്: പ്രവർത്തന അനുബന്ധനം, പ്രബലനത്തിന്റെ ഷെഡ്യൂളുകൾ, പ്രോഗ്രാംഡ് പഠനം, ഉൾക്കാഴ്ച പഠനം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. കാരണം ബാക്കിയെല്ലാം സ്കിന്നറിയൻ സിദ്ധാന്തത്തിൽ പെടുന്നതാണ്. പ്രവർത്തനാനുബന്ധനവും പ്രബലനത്തിന്റെ ഷെഡ്യൂളുകളും പിന്നെന്താണ് പ്രോഗ്രാംഡ് ലേണിങ്ങും ഒക്കെ സ്കിന്നറിന്റെ ആണ്. ഉൾക്കാഴ്ച പഠനം അല്ല കേട്ടോ. അപ്പൊ നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 30ാമത്തെ. ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏത്? കായിക നൈപുണി ആർജിക്കുവാൻ വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം: മാനവികതാ സിദ്ധാന്തം,
പഠനത്തെ സംബന്ധിച്ച ക്ഷേത്ര സിദ്ധാന്തം, പൗരാണികാനുബന്ധന സിദ്ധാന്തം, ശ്രമപരാജയ പഠന സിദ്ധാന്തം. എല്ലാരും പല പല ഓപ്ഷൻ ആണല്ലോ പറയുന്നേ. ഓക്കെ, ആൻസർ ഡി ആണ്. ഡി, ശ്രമപരാജയ പഠന സിദ്ധാന്തം. അതിനകത്തെന്ന് പറയുമ്പോ എന്താണ്, ശരിയായിട്ടുള്ള ചലനങ്ങളെ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങളെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ശ്രമപരാജയ പഠന സിദ്ധാന്തം ഇതാകുന്നത്. ശ്രമപരാജയ സിദ്ധാന്തം ആരുടേതാണ്? ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടേക്കിന്റെ ആണ്. തോണ്ടേക്കിന്റെ ആ ഒരു പരീക്ഷണത്തിന്റെ പേരെന്തായിരുന്നു? തോണ്ടേക്കിന്റെ പരീക്ഷണത്തിന്റെ പേര് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു, ഇപ്പൊ കുറച്ചു മുന്നേ ഇവിടെ പറഞ്ഞു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡോ? അത് പരീക്ഷണം അല്ലല്ലോ. പരീക്ഷണത്തിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. പരീക്ഷണത്തിന്റെ പേര്. പ്രശ്ന പേടകത്തിലെ പൂച്ച. അപ്പൊ പാവ്ലോവ് പരീക്ഷണം നടത്തിയത് എന്തിലാണ്? സ്കിന്നറോ? സ്കിന്നർ കേട്ടില്ല. പൂച്ചയിലാ? തോണ്ടേക്കല്ലേ പൂച്ചയില്? സ്കിന്നർ എലിയിലാണ് നടത്തിയത്. നിങ്ങക്ക് എല്ലാവർക്കും ആ പരീക്ഷണങ്ങളെല്ലാം അറിയാലോ അല്ലേ? ഓക്കെ, അപ്പൊ ഈ പൂച്ച എന്ത് ചെയ്യുന്നു? പൂച്ചയെ ഒരു പ്രശ്ന പേടകത്തിൽ അടയ്ക്കുന്നു. ആ പേടകത്തിൽ നിന്നിട്ടും പുറത്ത് ആ ചോദകമായിട്ട് അവിടെ ഒരു മത്സ്യത്തിനെ വെക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു ലിവറിൽ പ്രസ് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പം അത് പൂച്ചയ്ക്ക് അറിയത്തില്ല. പൂച്ച ഒരുപാട് ശ്രമങ്ങൾ നടത്തി ശരിയായുള്ള ചലനങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് വട്ടം പരാജയപ്പെടുന്നു. പിന്നെയും തെറ്റായിട്ടുള്ള ചലനങ്ങളെ ഇവിടെ നിരാകരിച്ച് ശരിയായിട്ടുള്ള ചലനങ്ങൾ മാത്രം കൊണ്ട് പൂച്ച പുറത്ത് ഇറങ്ങുന്നു. ഇതാണ് ആ പരീക്ഷണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് സന്നദ്ധതാ നിയമം മുന്നോട്ട് വെച്ചത് ആര്? ഒസുബൽ, സ്കിന്നർ, തോണ്ടേക്ക്, പാവ്ലോവ്. ആരാണ്? സന്നദ്ധതാ നിയമം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. തോണ്ടേക്ക് ആണ് കേട്ടോ. തോണ്ടേക്ക് കറക്റ്റ് ആണ് ആൻസർ. തോണ്ടേക്ക്. തോണ്ടേക്കിന്റെ ബാക്കി നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു? തോണ്ടേക്കിന്റെ ലോ ഓഫ് ഫ്രീഡംസ്, ലോ ഓഫ് എഫക്റ്റ്, പിന്നെ ഒന്നുകൂടെ ലോ ഓഫ് എക്സസൈസ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ വെച്ചതെന്ന് വെച്ചാല് നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവാനാ. ഏത് ഇങ്ങനെ എടുത്തെടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിൽ തന്നെ, ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മളിപ്പം നോക്കിയപ്പം ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒരേ, ഇപ്പൊ പാറ്റേൺ വ്യത്യാസമായിരിക്കും, പക്ഷെ എന്താണ് കോൺസെപ്റ്റ് അവിടെ സെയിം ആയിരിക്കും. ആപ്ലിക്കേഷൻ ലെവലില് ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് തന്നില്ലേ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കുന്നതാണ് ഈ സന്നദ്ധ നിയമം, ഇതൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസിക്കൽ അനുബന്ധനം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പാവ്ലോവ് ആണ് കേട്ടോ. ക്ലാസിക്കൽ അനുബന്ധനം, അതിന്റെ വേറെ പേരുകൾ പറയാവോ? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, വേറെ പേരുകള് ക്ലാസിക്കൽ അനുബന്ധത്തിന്റെ. എങ്ങനെയൊക്കെ ചോദിക്കാം? ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടും സിദ്ധാന്തം? ഹലോ, പറയൂ. പിന്നെ പൗരാണിക അനുബന്ധനം. അതെന്തുകൊണ്ടാ പൗരാണിക അനുബന്ധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനെ?
അനുബന്ധന പ്രക്രിയയെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു അനുബന്ധന രീതി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുബന്ധന പ്രക്രിയയെ പൗരാണിക അനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ വേറെ ഒരു പേരെന്ന് പറഞ്ഞാൽ എന്താണ്, അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇങ്ങനെയൊക്കെ പേരുകളിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തോർൺഡേക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങളിൽ പെടാത്തത് ഏത്? സന്നദ്ധതാ നിയമം, പരിശീലന നിയമം, ഫല നിയമം, പ്രബലന നിയമം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രബലന നിയമം. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ് അല്ലേ? അപ്പം ഈ നിയമങ്ങളെ 3 നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി വേറൊരു പേരും കൂടെ പറയാം. എന്താന്ന് പറയാവോ? 3 നിയമങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ പേരറിയാവോ? തോർൺഡേക്കിന്റെ പഠന സിദ്ധാന്തത്തിന് വേറെ 2 പേരുകളിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരാന്നറിയാവോ? നമുക്ക് മാക്സിമം കാര്യങ്ങൾ പഠിക്കണമല്ലോ ഒരു ടോപ്പിക്കിൽ നിന്ന്. മൾട്ടി ഫാക്ടർ തിയറി. വേറെ ഞാൻ പറയാം. സംബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്ന് കേട്ടിട്ടില്ലേ? ബോണ്ട് തിയറി, തോർൺഡേക്കിന്റെ ബോണ്ട് തിയറി, സംബന്ധ സിദ്ധാന്തം, പഠന നിയമത്രയങ്ങള്. ഈ 3 എന്താണ്? പഠന നിയമത്രയങ്ങള്. 3 ഉള്ളത് കൊണ്ടല്ല പഠന നിയമത്രയങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതേപോലെ തോർൺഡേക്കിന്റെ പഠന നിയമങ്ങളെ സംബന്ധ നിയമം, ബന്ധ സിദ്ധാന്തം, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പേരുകള് വേറെയും ഉള്ളതൊക്കെ പഠിച്ചു വെക്കുക. കാരണം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പം വാക്കുകളെല്ലാം ഫെമിലിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 34ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സുമ ആദ്യമായി ക്ലാസ് മുറിയിൽ ഒരു അവതരണം നടത്തിയപ്പോൾ വിദ്യാർത്ഥികൾ അവളെ നോക്കി ചിരിച്ചു. അവൾക്ക് ലജ്ജയും വിഷമവും തോന്നി. അതിനുശേഷം സുമയ്ക്ക് ഏതെങ്കിലും അവതരണങ്ങൾ നടത്താൻ ഭയമായിരുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? പ്രവർത്തനാനുബന്ധനം, പൗരാണികാനുബന്ധനം, നിരീക്ഷണ പഠനം, ഉൾക്കാഴ്ച പഠനം. ഏതാണ്? എല്ലാരും പലതാണല്ലോ പറയുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, പൗരാണികാനുബന്ധന എന്ന് പറയുന്നതാണ് കേട്ടോ ഓപ്ഷൻ. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു, ഒരു കുട്ടിയെ നമുക്ക് കണ്ടീഷനിങ് ചെയ്ത് അവരെ നല്ല രീതിയിലും ആക്കാം, മോശം രീതിയിലും ആക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കണക്ക് ഈ വിദ്യാഭ്യാസ പ്രസക്തി ഏറ്റവും കൂടുതലുള്ള ഒരിതാണ് പൗരാണിക അനുബന്ധനം എന്ന് പറയുന്നത്. ഇവിടെ സുമ എന്ന് പറയുന്ന കുട്ടി ഒരു അവതരണം നടത്തിയപ്പോഴത്തേക്കും വിദ്യാർത്ഥികളും എല്ലാവരും നോക്കി ചിരിച്ചപ്പോ ആ കുട്ടിക്ക് പിന്നീട് അത് സെയിം ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഭയം തോന്നുന്നു. അത് എന്തുകൊണ്ടാണ്? ആ കുട്ടിയില് തെറ്റായ രീതിയിലുള്ള ഒരു ചോദകമാണ് ആ കുട്ടിക്ക് അവിടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പിന്നീട് പേടിയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൗരാണിക അനുബന്ധനം പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രവർത്തനാനുബന്ധനത്തിലാണെങ്കിൽ, ഇവിടെ പൗരാണികാനുബന്ധനത്തിലാണെങ്കിൽ ചോദക പ്രതികരണം ഉണ്ടാവും. അതായത് എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ്, SR ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തില് തിരിച്ചാണ് സ്കിന്നർ പറയുന്നത്. എന്താണ്? സ്റ്റിമുലസ് ഇല്ലെങ്കിലും റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ, ചോദകമില്ലാതെയും പ്രതികരണം ഉണ്ടാവും എന്നാണ് സ്കിന്നർ പറയുന്നത്. കാരണം സ്കിന്നർ ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്നതിനെ അംഗീകരിച്ചിട്ടില്ല. ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്നതിനെ സ്കിന്നർ അംഗീകരിച്ചിട്ടില്ല. സ്കിന്നർ എന്താണ് പറഞ്ഞത്? ചോദകമില്ലാതെയും പ്രതികരണം ഉണ്ടാവും. അതിനുദാഹരണമാണ് എന്ത്? ആ എലിയെ ഒരു കൂട്ടിലിട്ട് അടയ്ക്കുമ്പം ആ കൂട്ടില് എന്ത് വാൽവ് വലിക്കുമ്പം അവിടെ ഭക്ഷണം എത്തും. പക്ഷെ ആ എലിക്ക് അറിയത്തില്ല അവിടെ ഒരു ചോദകം ഉണ്ട്, ചോദകമായിട്ടുള്ള ഫുഡ് ആ വാൽവിൽ ഉണ്ട് എന്ന് എലിക്കറിയില്ല.
അപ്പൊ എലി അവിടെ ഇങ്ങനെ ഓടുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ തന്നെ ഒരു വാൽവിൽ പ്രസ് ആവുകയും ഫുഡ് ലഭിക്കുകയും ചെയ്യുന്നു. പിന്നെ ആ ഫുഡ് ലഭിച്ചപ്പം അവിടെ ആ എലി പിന്നെ എന്ത് ചെയ്യുന്നു, ആ വാൽവില് പ്രബലനം നൽകുന്നു. അതായത് അതിനെ ഉറപ്പിച്ചു നിർത്തുന്നു ആ ഒരു കാര്യത്തിന്. ഈ വാൽവിൽ ഞെക്കിയാല് ഫുഡ് ലഭിക്കും എന്നുള്ളൊരു സാധനം ഈ എലിക്ക് കിട്ടി. അപ്പൊ അവിടെ പ്രബലനം ചെയ്യുകയാണ് ആ എലി അവിടെ ചെയ്തത്. ആ പ്രബലനത്തിലൂടെയാണ് പിന്നെ എലിയിൽ നിന്നിട്ടുള്ള പ്രതികരണം ഉണ്ടായത്. ഇതാണ് സ്കിന്നറിന്റെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചത്. പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിലാണെങ്കിലോ ഇതിൽ നിന്ന് നേരെ തിരിച്ചാണ്. ഒരു ചോദകം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അവിടെ ഒരു സ്റ്റിമുലസ് റെസ്പോണ്ട് ബന്ധവും ഇവിടെ എന്താണ്, റീഇൻഫോഴ്സ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്രവർത്തനാനുബന്ധത്തില് റീഇൻഫോഴ്സ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മറ്റിടത്താണെങ്കിൽ സ്റ്റിമുലസ് ഉണ്ടെങ്കിലേ റെസ്പോൺസ് ഉള്ളൂ. ഇവിടെ പറയുന്നത്, സ്കിന്നർ പറയുന്നത് സ്റ്റിമുലസ് ഇല്ലെങ്കിലും റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സ്കിന്നർ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു പോർഷനിൽ നിന്നിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇത്തിരി സ്പീഡിലാണല്ലേ വന്നേ. ഞാൻ വെച്ചു ഈ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തരണം എന്നുള്ള രീതിയിലാണ് സ്പീഡിൽ വന്നത് കേട്ടോ. ക്ലിയർ ആണോ എല്ലാ ക്വസ്റ്റ്യനും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി വേറെ ടോപ്പിക്ക് നമുക്ക് എടുക്കാം. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി എനിക്ക്. ഓക്കെ സാർ.